KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനത്തിന് തയ്യാറെടുക്കുകയാണ്. ഒപ്പം നമുക്ക് കൊടുക്കുന്ന സുരേഷിനെയും PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും ഒക്കെ കാണാൻ സാധിക്കുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നത്. അങ്ങനെ KPCC അധ്യക്ഷൻ സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ബഹുമാനായ ശ്രീ VD സതീശനെ തെരഞ്ഞെടുക്കുന്നതിന് തീരുമാനിച്ച നിർദ്ദേശം ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ആ തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തികഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. സഹർഷത്തോടെ ആ തീരുമാനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. തീരുമാനം അറിയിച്ചതിനെ തുടർന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിരീക്ഷകർ ഉൾപ്പെടെ AICCയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ദീപാജി ഉൾപ്പെടെ അവർ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരുന്നതാണ്. അവരുടെ സൌകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നിയമസഭാ കക്ഷിയുടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന 1 മണിക്ക് നിശ്ചയിച്ചിരുന്ന യോഗം 4 മണിയിലേക്ക് നീട്ടിയിട്ടുണ്ട്. 4 മണിക്ക് അസംബ്ലി ഹാളിൽ കോൺഗ്രസിന്റെ ഇലക്ടഡ് MLAമാർ 63 പേരുടെയും യോഗം ചേരും. ആ യോഗം ഐക്യകണ്ഠേന മുഖ്യമന്ത്രിയായി സതീശന്റെ പേര് VD സതീശന്റെ പേര് നിർദ്ദേശിക്കുന്നതാണ്. ഘടകകക്ഷി നേതാക്കന്മാരും തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ആലോചിച്ച് വൈകുന്നേരത്തോടെ കേരള ഗവർണറെ കാണുന്ന കാര്യം നിർദ്ദിഷ്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് തീരുമാനിക്കും. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ വിജയാശംസകളും KPCCയുടെ പേരിൽ ഞങ്ങൾ നേരുകയാണ്. മീറ്റിംഗ് അസംബ്ലി ഹാളിൽ പാർലമെന്ററി പാർട്ടി ചേരുന്നതിന് അസംബ്ലിയിൽ പ്രത്യേകം സംവിധാനമുണ്ട്. അവിടെയാണ് യോഗം ചേരുന്നത്. സൌകര്യത്തിന് വേണ്ടി എല്ലാവർക്കും വരാനുള്ള സൌകര്യത്തിന് വേണ്ടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.